ഭിക്ഷക്കാരനെ പോക്കറ്റടിക്കുക എന്നല്ല ഈ നെറികേടിന് പറയാൻ, തുരന്നെടുക്കുക എന്നാണ്. കിടപ്പ് രോഗിയായ വയോധികയുടെ പെൻഷൻ അടിച്ചു മാറ്റുക എന്ത് മഹാപാപമാണ്. ഒരു സ്ത്രീയുടെ വേദന ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മറ്റൊരു വനിതയ്ക്കായിരിക്കും. എന്നാൽ ഈ വയോധികയായ കിടപ്പ് രോഗിയുടെ പണം അടിച്ചു മാറ്റിയത് ഒരു പെണ്ണാണെന്ന് പറയുമ്പോൾ എത്ര മഹാപാപിയാണവർ. കൊട്ടാരക്കര പുലമൺ സ്വദേശിയായ വയോധികയുടെ പണം അടിച്ചെടുത്ത ഈ സ്ത്രീ കൊട്ടാരക്കര കാനറ ബാങ്കിലെ ജീവനക്കാരിയാണ്. ഇതാണ് രജനി, കൊട്ടാരക്കര കാനറ ബാങ്കിലെ താൽക്കാലിക ജീവനക്കാരി. 2021 മുതൽ 24 വരെ 2,40,000 രൂപയാണ് രജനി വെട്ടിച്ചെടുത്തത്. ബാങ്കിലെ മറ്റ് ജീവനക്കാരുടെ ഉൾപ്പെടെ വിശ്വസ്ത സ്റ്റാഫായിരുന്നു രജനി. കിടപ്പ് രോഗിയുടെ പണം പിൻവലിക്കാനുള്ള രസീതുമായി പുറത്തുപോയി സ്വന്തം വിരൽ പതിച്ചെടുത്താണ് ഇവർ പണം അടിച്ചു മാറ്റിയത്. പെൻഷൻ ലഭിക്കാതെ വന്നതോടെ വയോധികയുടെ ബന്ധുക്കൾ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ട കാര്യം പുറത്തറിയുന്നത്. ബാങ്ക് അധികൃതരും ബന്ധുക്കളും ചേർന്ന് പരാതി നൽകിയതോടെ പോലീസ് രജനിയെ പൊക്കി. ഒരിക്കലും താൻ പിടികൂടപ്പെടത്തില്ല എന്നുള്ള അമിത ആത്മവിശ്വാസത്തിലായിരുന്നു രജനിയുടെ പ്രവർത്തനങ്ങൾ. അത്രത്തോളം വയോധികയ്ക്കും ബാങ്ക് ജീവനക്കാർക്കും രജനി വിശ്വസ്തയായിരുന്നു. SI ജോൺസന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത്. ഇതൊരു വലിയ പാഠമാണ് ബാങ്ക് അധികൃതർക്കും ജനങ്ങൾക്കും. ആരെയും അധികമായി വിശ്വസിക്കരുത്. ഇടയ്ക്കെങ്കിലും ഒരു ക്രോസ് ചെക്കിംഗ് നടത്തിയിരുന്നെങ്കിൽ ഈ വലിയ വീഴ്ച സംഭവിക്കില്ലായിരുന്നു. എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ മറ്റാരുടെയെങ്കിലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രജനിയെ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു.